ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഈ ഒരു ഇലക്ട്രിക് സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഈസിനെസ്, ഓടിക്കാനുള്ള ഈസിനെസ് തന്നെയാണ് ഫസ്റ്റ് എടുത്ത് പറയേണ്ടത്. പുള്ളിംഗ് പവർ നമ്മൾ രണ്ട് രീതിയിലാണ് പറയാം. ഒരു ഐസ് എഞ്ചിൻ ആണെങ്കിൽ പറയാം നമ്മൾ HP. അപ്പോൾ നമ്മൾ ഈ സെഗ്മെന്റിൽ വരുന്ന ഏത് കോമ്പറ്റീഷൻ വെഹിക്കിൾ എടുത്താലും ഒരു 70 മുതൽ 80 HP വരെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ മോട്ടോർ പവർ സെയിം HP-യിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 100 HP-ക്ക് മേളിലാണ്. കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ ഈ ഒരു EV സെഗ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും സംശയം വരിക വാറണ്ടിയുടെ കാര്യമാണ്. വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് അടിച്ചു പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അല്ലേ? അപ്പോൾ വാറണ്ടി എങ്ങനെയാണെന്നാണ് പലർക്കും അറിയേണ്ടത്. 10-15 കിലോമീറ്റർ മൈലേജ് കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണോ നിങ്ങൾ? കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം മൈലേജ് തന്നെയാണ്. ഇത്രയും ലോഡ് വലിച്ചു പോകുമ്പോൾ അല്ലേ, മൈലേജ് കിട്ടിയില്ല നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഒറ്റ ചാർജിൽ 245 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു പുതിയ ട്രക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. മോണ്ട്രയുടെ ഇലക്ട്രിക് EV. ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. കൊച്ചി ഓട്ടോബാൻ എന്നാണ് ഈ ഒരു ഷോറൂമിൻ്റെ പേര്. ഓട്ടോബാന് 3 സ്ഥലത്ത് കേരളത്തിലെ ലൊക്കേഷൻ ഉണ്ട്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം 3 സ്ഥലങ്ങളിലാണ് ഇവരുടെ ഷോറൂമുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രക്ക് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ കൊമേഴ്ഷ്യലിൻ്റെ ഒരു യുഗം മാറാൻ പോവാണ്, EV-യിലേക്ക് മാറാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യലിൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റായിട്ട് എങ്ങനെ ഒരു വണ്ടി എടുക്കാം, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി. ഈ വാഹനത്തിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. പുതിയ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്രോളോ ഡീസലിലേക്കൊന്നും പോകണ്ട, EV-യിലേക്ക് നോക്കാൻ പറ്റിയൊരു സെഗ്മെൻറ്റാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. കോൺടാക്ട് ഡീറ്റെയിൽ, ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചി ഷോറൂമിലാണ്, ഓട്ടോബാൻ്റെ കൊച്ചി ഷോറൂമിൽ. അപ്പോൾ മോണ്ട്രയുടെ EV വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ എൻജിൻ വാഹനങ്ങളിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾ ഒരു ഇലക്ട്രിക്കലൊക്കെ മാറുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പോലെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ പെട്ടെന്ന് നടക്കുമോ, അങ്ങനത്തെ പല ഡൗട്ടുമാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ 1.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൽ 1.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് 100% ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാലോ 245 കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുന്നത്. അത്യാവശ്യം ഒരു ഫുൾ സ്ട്രെച്ചിൽ നിങ്ങൾ ലോഡ് വെച്ച് ഓടിച്ചു പോവുകയാണെങ്കിൽ അത്രയും റേഞ്ച് കിട്ടിയാൽ തന്നെ നമ്മൾ ഒരുമാതിരി പേർപ്പസൊക്കെ നമുക്ക് നടക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായൊരു ട്രക്കാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി ലെങ്ത്താണ്. 10.4 ഫീറ്റാണ് ഇതിൻ്റെ ബോഡി ലെങ്ത്ത് വരുന്നത്. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എൻജിൻ വാഹനങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ബോഡി ലെങ്ത്ത് വരുന്നൊരു വണ്ടി വേറെ ഇല്ല ഈ സെഗ്മെൻറ്റിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലോഡിങ് കപ്പാസിറ്റി എല്ലാം കൊണ്ടും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മോണ്ട്ര EV. കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ ഈ ഒരു EV സെഗ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും സംശയം വരിക വാറണ്ടിയുടെ കാര്യമാണ്. വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് അടിച്ചു പോയാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അല്ലേ? അപ്പോൾ വാറണ്ടി എങ്ങനെയാണെന്നാണ് പലർക്കും അറിയേണ്ടത്. കാരണം ബാറ്ററി, മോട്ടർ, പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ബാറ്ററിക്ക് 7 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ മോട്ടർ, വണ്ടിയുടെ എല്ലാ പാർട്സിനും, ബാക്കിയുള്ള എല്ലാ പാർട്സിനും, ചെയ്സ് അടക്കമുള്ള എല്ലാ പാർട്സിനും 7 വർഷം വരെ വാറണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടു നടക്കാം. ഇനി 7 വർഷം അല്ലെങ്കിൽ 2.5 ലക്ഷം കിലോമീറ്റർ ഓടുന്ന വരെയുള്ള വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് ഏറ്റവും കൂടുതൽ വേണ്ട അത് തന്നെയാണ്. ഈ ഒരു ചെറിയ ട്രക്ക് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. 197 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ 15 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ലീഫ് സ്പ്രിംഗ് ആണ് വരുന്നത്. മൊത്തത്തിൽ ബോഡിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 10.4 ഫീറ്റാണ്. അത്രയും നല്ല നീളത്തിൽ നിങ്ങൾക്ക് ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 2 മോഡൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്, ഒന്ന് ബേസും ഒന്ന് ടോപ്പ് എൻഡും. അപ്പോൾ ഇതിപ്പോൾ പുതിയ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിലിപ്പോൾ മാറ്റം വരെ വെച്ചാൽ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മാറ്റം വരുന്നത് ഒന്ന് ഹെഡ്ലൈറ്റുള്ള മാറ്റമാണ്. ഇതിൽ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റാണ്, ഹാലോജൻ ലാമ്പാണ് വരുന്നത്. പക്ഷേ ഇതിൽ LED ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ AC വരുന്നുണ്ട്, അതേപോലെ ഒരു ടച്ച് സ്ക്രീനും വരുന്നുണ്ട്. അതാണ് മാറ്റം മെയിനായിട്ട് വന്നിട്ടുള്ളത്, വേറൊന്നുമില്ല. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് പോവാം അല്ലേ? ശരിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ വണ്ടി. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റ് ട്രക്ക് വെച്ച് നോക്കുന്നതിനേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല പുറത്തേക്ക് ഇറങ്ങി നമുക്കൊരു ഡ്രൈവ് പോയിട്ട് വരാം. വാ, നമ്മളിപ്പോൾ ലോഡൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സിറ്റി മോഡിൽ ഇപ്പോൾ സിറ്റി മോഡിൽ വെച്ചേക്കാണ്. സിറ്റി മോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവാം. അത്യാവശ്യം സ്പീഡിലതാ 47. അതായത് എന്താ പറയുക, നമ്മൾ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഈ ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഈസിനെസ്, ഓടിക്കാനുള്ള ഈസിനെസ് തന്നെയാണ് ഫസ്റ്റ് എടുത്ത് പറയേണ്ടത്.
അത്രയും സ്മൂത്തായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ കറക്കാം. ഇതിപ്പോൾ വിത്തൗട്ട് ലോഡാണ്. ലോഡ് വരുമ്പോൾ ശരിക്കുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള നിർവാഹമില്ല. അത്യാവശ്യം നല്ല ഓണാണ്. ഹൈറ്റാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈറ്റാണ്. നമുക്ക് നല്ല വിസിബിലിറ്റിയാണ്. റോഡിലേക്ക് നോക്കുമ്പോൾ നല്ല വിസിബിലിറ്റിയാണ്. എല്ലാ സൈഡിലും കൃത്യമായിട്ട് കാണാം. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്ര ഒരു ഹൈറ്റ് കാണാറില്ല. നല്ല ഹൈറ്റുണ്ട് വണ്ടി. സിറ്റി മോഡിൽ അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് വണ്ടി പോകുന്നത്. ഒന്ന് പവർ മോഡിലേക്ക് മാറ്റി നോക്കണം. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിലേക്ക് മാറുന്നത്. അപ്പോൾ അതിലെന്തായാലും റേഞ്ച് കുറയാൻ ചാൻസ് ഉണ്ട് പവർ മോഡിൽ. അതിൻ്റെ പവർ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു യൂട്ടേൺ എടുത്തു. പവർ മോഡിൽ ഞാനിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പവർ മോഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 150 കിലോമീറ്റർ റേഞ്ചൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ പവർ മോഡിൽ അങ്ങനെ ഇട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം സിറ്റി മോഡിൽ തന്നെ ഇവർ ടെസ്റ്റ് ചെയ്തിട്ട് താമരശ്ശേരി ചുരമൊക്കെ ലോഡിൽ 2.5 ടൺ ലോഡിലൊക്കെ താമരശ്ശേരി ചുരമൊക്കെ കയറിപ്പോയിട്ടുണ്ട് സിറ്റി മോഡിൽ തന്നെ. അപ്പോൾ പവർ മോഡ് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ലോഡ് എടുത്ത് പോകുമ്പോൾ നല്ല കയറ്റമൊക്കെ പെട്ടെന്ന് പ്രയാസമുള്ള എന്തൊക്കെ കയറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പവർ മോഡിലേക്ക് മാറ്റേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ സിറ്റി മോഡിൽ തന്നെ പിടിച്ചു പോയാൽ നമുക്ക് ആ പറഞ്ഞ ഏകദേശം മൈലേജ് കിട്ടുന്നതാണ്. എന്തായാലും ലോഡിൽ വെച്ച് ഓടിച്ചാലേ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റൂ. പക്ഷേ അവരിപ്പോൾ എന്തായാലും ഓൾറെഡി അത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാണ് നമ്മുടെ അടുത്ത്. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് ഡൗട്ട് ഇതിക്കടെ പ്രേക്ഷകർ സൈഡിൽ നിന്നുള്ള കുറച്ച് ഡൗട്ട്സ് നമുക്ക് തീർത്ത് തരാം. നമ്മുടെ കൂടെ കിരൺ സാറുണ്ട്, ഏരിയ സെയിൽസ് ഹെഡാണ്, ഓട്ടോമാൻ അല്ലേ? അതെ, ഓക്കെ. അപ്പോൾ സാർ ഈ ഒരു EV സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ഡീസൽ വണ്ടികൾ ഒക്കെയാണ്, ഡീസൽ ലോഡ് അത്രയും ലോഡൊക്കെ വലിച്ചു പോകുന്ന വണ്ടികൾ. അപ്പോൾ നമ്മൾ ഈ EVയിലേക്ക് കയറുമ്പോൾ ഡ്രൈവേഴ്സിന് തീർച്ചയായും സംശയം ഉണ്ടാവും. അത്രയും ലോഡ് വലിയോ? നമ്മളിപ്പോൾ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കാണിച്ചു. അപ്പോൾ അത്രയും ലോഡ് വലിയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മളിതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ താമരശ്ശേരി ചുരം കയറിയിട്ടുണ്ട്, ഇതിൽ സിറ്റി ഡ്രൈവ് തന്നെ ഇട്ടിട്ട് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടുത്തെ ആളുകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? ആ ലോഡ് വലിക്കുക എന്നുള്ള കറക്റ്റ് പുള്ളിംഗ് പവർ നമ്മൾ 2 രീതിയിലാണ് പറയാം. ഒരു ഐസ് എഞ്ചിൻ ആണെങ്കിൽ പറയാം നമ്മൾ HP. അപ്പോൾ നമ്മൾ ഈ സെഗ്മെന്റിൽ വരുന്ന ഏത് കോമ്പറ്റീഷൻ വെഹിക്കിൾ എടുത്താലും ഒരു 70 മുതൽ 80 HP വരെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ മോട്ടോർ പവർ സെയിം HP-യിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 100 HP-ക്ക് മേളിലാണ്. 100 HP-ക്ക് മേളിൽ വരും. അപ്പോൾ സാധാരണ ഒരു ഡീസൽ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ 30% പവർഫുള്ളാണ്. ഓക്കെ. 2 ടോർക്കാണ്. ടോർക്ക് ഇത് രണ്ടുമാണ് നമ്മളെപ്പോഴും പവറിനെ കുറിച്ച് പറയുന്നത്. ടോർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ വെഹിക്കിൾ എല്ലാം ഒരു 200 Nm ടോർക്കാണ് മാക്സിമം ജനറേറ്റ് ചെയ്യുക. അത് എത്ര സ്പീഡിൽ നമുക്ക് നോർമൽ RPM എന്ന് പറയുമ്പോൾ 1400 മുതൽ 2000 RPM വരെ അങ്ങനെയാണ് ഡീസൽ എഞ്ചിൻ പറയാം. മോട്ടറിൽ നമുക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 300 Nm ടോർക്കാണ്. 300 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 30% മോർ പവർഫുൾ. ഓക്കെ. അപ്പോൾ ഒരിക്കലും പുള്ളിങ് എന്നുള്ളൊരു ഇത് വേണ്ട. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പവർ ഡീസൽ എഞ്ചിൻസിലെല്ലാം അല്ലെങ്കിൽ ഐസ് എഞ്ചിനെല്ലാം എന്നത് എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നു, ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി ആക്സിലെത്തുന്നു. നമുക്കിതൊന്നുമില്ല, ഡയറക്റ്റ് ബൈപ്പാസ് ആക്സിലേക്ക്, പവർ നേരെ ആക്സിലേക്ക്. അപ്പം അത് തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ. എങ്ങും പവർ ലോസ് വരുന്നു. ഓക്കെ. പിന്നുള്ളൊരു എല്ലാവരുടെയും ഡൗട്ട് എന്ന് വെച്ചാൽ ഒരു ബാറ്ററി വെഹിക്കിൾ അല്ലെങ്കിൽ EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റായിട്ടുള്ള ആപ്ലിക്കേഷന് ലൈറ്റായിട്ടുള്ളൊരു മോഡലായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ളൊരു ബോഡി, അങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും കൺസെപ്റ്റ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ കോമ്പറ്റീഷൻ വെഹിക്കിൾസിൻ്റെ അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ അൺലാഡൻ വെയിറ്റ് തന്നെ. മോർ ദാൻ 1600 കിലോ അൺലാഡൻ വെയിറ്റ് വരും. അതായത് ബോക്സ് ഒന്നും ഇല്ലാതെ തന്നെ വണ്ടിയുടെ അൺലാഡൻ വെയിറ്റ് വരും. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചേസസാണ്. നമ്മൾ ഏകദേശം ഒരു ട്രക്കിനുള്ള പോലെ തന്നെ സി ടൈപ്പ് ചേസസ് ആണ് വരുന്നത്. അതുപോലെ ആക്സിൽ വരുന്നത് നമുക്ക് ട്രക്കിനുള്ള പോലെ IBM ആക്സിലാണ്. അതൊന്നും നമ്മൾ കോമ്പറ്റീഷൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആ ഒരു സേഫ്റ്റി വൈസ് ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ 7 വർഷം ഇൻക്ലൂഡിങ് ചേസസ് നമ്മൾ വാറണ്ടി കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. വാറണ്ടി എടുക്കാം. 5 ഇയർ ആണ് നോർമൽ വാറണ്ടി, 2 ഇയേഴ്സും കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ഇൻക്ലൂഡിങ് ചേസസ് കിട്ടും. അത് ആരും കോമ്പറ്റീഷനിൽ കൊടുക്കുന്നില്ല, ഐസ് എഞ്ചിൻസും കൊടുക്കുന്നില്ല. ഓക്കെ. ഓക്കെ. അപ്പോൾ അതാണ് പവറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? വന്നിട്ട് പുള്ളിംഗ് പവറിനെ കുറിച്ച് ചിന്തിക്കുക വേണം. വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. പിന്നെ സർവീസ് ഭാഗം നോക്കുകയാണെങ്കിലും ഒന്നുമില്ലല്ലോ. സർവീസിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം BS6 ആണ് ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BS6ന്റെ ഏറ്റവും എക്സ്പെൻസീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സോസിസ്റ്റം ആണ്. ഓക്കെ. നമ്മുടെ പെട്രോൾ ഡീസൽ ബേൺ ചെയ്ത് പുറത്തേക്ക് വരുന്ന എക്സോസിസ്റ്റം ആണ് ഏറ്റവും എക്സ്പെൻസീവ്. അപ്പോൾ ഇനിയും അത് കൂടുതൽ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കണേ. നേരത്തെ ഒരു 10,000 20,000 റുപ്പീസിനൊക്കെ വന്നിരുന്ന യൂണിറ്റ്
അത് 1 lakh rupees ഇപ്പോൾ ആ ഒരു എക്സോസിസ്റ്റത്തിന് വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും പോയി അത് ഒബ്വിയസ്ലി അത് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് കൂടുമ്പോൾ എന്തായാലും അത് പോകും. ഓക്കെ. പോയി കഴിയുമ്പോൾ അത് മാറ്റാനായിട്ട് പണ്ടത്തെ പോലെയല്ല, ഒരു 70,000-80,000 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ മാറ്റേണ്ടി വരും. ചിലവാകും. ഇതിനങ്ങനെ ഒരു ഐറ്റംസേ ഇല്ല. അതാണ് ഏറ്റവും ബെനിഫിറ്റ്. കൊമേഴ്ഷ്യൽ വണ്ടികളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് സൈഡ് വളരെ ലാഭകരമാവും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോമ്പോണൻസ് എല്ലാം കൂളിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യണം. അതിൻ്റെ കൂളൻ്റ് പീരിയോഡിക്കലി മാറ്റുക, ബ്രേക്ക് ലൈനർ അടിക്കുക, അതേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം 3 സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൊച്ചിയാണുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. പറഞ്ഞോളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഐസ് എഞ്ചിൻസിനകത്തൊക്കെ വരാൻ നേരത്ത് നമ്മൾ മോഡലുകൾ പറയും. 2025 അല്ലേ, 2 വർഷം കഴിയുമ്പോൾ 2027 മോഡൽ, 28 മോഡൽ എന്നൊക്കെ പറയും. ഓക്കെ. നമ്മുടെ വണ്ടി സോഫ്റ്റ്വെയർ ഡ്രോൺ വെഹിക്കിളാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിലെ അപ്ഡേഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പീരിയോഡിൽ വരുന്ന പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വെഹിക്കിളിൽ കിട്ടും. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കിയാലും 2030 ഏവിയേറ്ററിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ അപ്ഡേഷൻസും 2025 ഏവിയേറ്ററിലും ഉണ്ട്. ഓക്കെ. അതിൽ സാറിന് നമ്മൾ മൊബൈലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. വണ്ടി എവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു സാർ. ഓക്കെ. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ പ്രൈസ് അറിയണ്ടേ? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,99,000 രൂപ മുതലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ആ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചോളൂ. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ചൂസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.